ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെയാണ് പാച്ചോറ് റെഡിയാക്കി എടുക്കേണ്ടതെന്നുള്ളതാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ വരുന്നത് 10-12 ഏലക്ക, 1 ടേബിൾ സ്പൂൺ ജീരകം എടുക്കുന്നുണ്ട്, ചുക്കുപൊടി 1/2 ടീസ്പൂൺ, തേങ്ങ അരമുറി, ഇത് ഷ്രെഡഡ് തേങ്ങയാണ്, ഏകദേശം 400 ഗ്രാം ശർക്കര ഇവിടെ എടുക്കുന്നുണ്ട്, ഇത് നമ്മൾ പാനിയാക്കി എടുക്കും, പച്ചരി 1.5 കപ്പ്, വെള്ളം എടുക്കുന്നുണ്ട്, 3 കപ്പ് വെള്ളമാണ് നമ്മളിവിടെ 1.5 കപ്പ് അരിക്ക് എടുക്കുന്നത്. ഏറ്റവും ആദ്യം നമുക്ക് ശർക്കര ഒരു പാനിയാക്കി റെഡിയാക്കി എടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് അരിയൊന്ന് വേവിച്ചെടുക്കണം. ഈ ഒരു പരുവത്തിന് നമുക്ക് അരി കിട്ടണം. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് പാച്ചോറ് റെഡിയാക്കി എടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്ത് പാച്ചോറ് റെഡിയാക്കുന്നതിന് മുമ്പ് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ജീരകവും ഏലക്ക പൊളിച്ചതും ചുക്കുപൊടിയും അതുപോലെ പൊടിച്ചെടുക്കാൻ എളുപ്പത്തിന് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് ഇത് നമുക്കൊന്ന് പെട്ടെന്ന് പൗഡറാക്കി റെഡിയാക്കി എടുക്കാം. ഏകദേശം ഇതുപോലെ ഒരു പൗഡറാക്കി എടുക്കുക. ഇനി നമുക്കിത് മിക്സ് ചെയ്യാൻ തുടങ്ങാം. ഇവിടെ നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇത് മധുരം ബാലൻസ് ചെയ്യാനായിട്ടാണ്. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇവിടെ അരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരി തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. തേങ്ങയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് 2-3 മിനിറ്റ് പെട്ടെന്നൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പൗഡറാക്കി വെച്ചിരിക്കുന്ന പൊടിയും കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതൊന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. അതിനുശേഷം നമ്മുടെ പാച്ചോറ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും വലിയൊരു നന്ദി.